ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ ഗോപിനാഥൻ വക്കീലിനോട് നന്ദിയൊക്കെ പറഞ്ഞ് അവർ കോടതിയിൽ നിന്ന് നേരെ ഊർമിളയുടെ ഓഫീസിലേക്ക് പോവുക. പല്ലവിയും അതുപോലെ തന്നെ സേതു അങ്ങനെ അവിടെ ചെന്നിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിധി നമുക്ക് അനുകൂലമാകും എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ഊർമിള പറയാം. അതെന്താ വക്കീൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു സേതു. അല്ല, അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് അനുകൂലമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആണ്. എന്നാലും കോടതിക്ക് കോടതിയുടേതായ ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വക്കീൽ പറയുക. ആ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ നീതിയുടെ പെൻഡിലം ഏത് ഭാഗത്തേക്കാണ് ചായുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഊർമിള ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കറുത്ത വരെ നമുക്ക് അനുകൂലമായി എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ, ആ ഒരു സ്ഥിതിക്ക് കോടതി മറ്റൊരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ടോ ഊർമിള എന്നൊക്കെ ചോദിച്ചു പല്ലവി. എന്ന് ചോദിച്ചാൽ കോടതിയാണ്, നിയമമാണ്, എന്ത് തീരുമാനം അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞു. ഡോക്ടർ കറുത്ത നമുക്ക് അനുകൂലമായിട്ട് മൊഴിയൊക്കെ തന്നു, ആ ഒരു മൊഴി വിശ്വസിക്കരുതെന്നാണ് കാട്ടൂരൻ വാദിച്ചിരിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞ് മൊഴികൾ മാറ്റി പറയുന്ന ഒരാളെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നതെന്ന കാര്യങ്ങൾ അന്നേരത്തേക്കും നമ്മുടെ ഊർമിള ഇവിടെ പറയുക. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടി. കഷ്ടമാണ് കേട്ടോ വക്കീലെ, ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഒരവസ്ഥ. നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് പറഞ്ഞത്. വിധി വന്നിട്ടേ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഊർമിള എന്നേരം ഇവരോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് ഒരു കീറാമുട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ടെന്നും കോടതി അത് പരിഗണിക്കുമോ അതോ അമിക്കസ് ക്യൂറിയെ വിശ്വസിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ വലിയ പ്രതീക്ഷകൾ കൊടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഊർമിള പറയപ്പോഴും പല്ലവിക്ക് ആകെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ. ദേ ഈ ഒരു കേസിൽ വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ എന്നിരുന്നാലും മറു സൈഡും കൂടി നമ്മളൊന്ന് നോക്കണം എന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ആകെ വീർപ്പ് മുട്ടിയിരിക്കും. ഇപ്പോഴും സന്തോഷിക്കാനുള്ളൊരു വകയായിട്ടില്ല എന്നുള്ളൊരു ടെൻഷനാണ് പല്ലവിക്കും സേതുവിനും ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഇന്ദ്രനും കാട്ടൂരാനും കൂടി പെരുവഴിയിൽ ഇങ്ങനെ മാനത്തോട്ട് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇപ്പോഴെന്ത് തോന്നുന്നു എന്ന് കാട്ടൂരാൻ ഇന്ദ്രനോട് ചോദിക്കുമ്പം ഈ തലമുണ്ടക്കെട്ട് കൊട്ടാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ തോന്നും, അങ്ങനെയല്ലേ തോന്നൂ എന്ന് കാട്ടൂരാൻ. വിവരക്കേടാണല്ലോ ചെയ്തു കൂട്ടിയത് മുഴുവനും എന്ന് കാട്ടൂരാൻ പറയുമ്പോൾ, എടോ ഞാൻ എന്ത് ചെയ്തെന്നാ താനീ പറയുന്നത്, വന്നവൻ അമിക്കസ് ക്യൂറിയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം, ഇയാളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇയാളോട് ദേഷ്യപ്പെടുമ്പം, എൻ്റെ മണ്ട ശിരോമണിയായ ക്ലൈൻറ്റേ, വന്നത് അമിക്കസ് ക്യൂറിയാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. എന്തിനാണ് നീ അയാളുടെ മുന്നിൽ രഹസ്യങ്ങൾ മുഴുവൻ പോയി നിന്ന് വിളമ്പിയത്? എടോ അത് കുറച്ച് ചിക്കനും സ്കോച്ചും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. ആ കൂട്ടത്തിൽ എന്തിനാടാ ഡോക്ടർ കർത്തയെക്കുറിച്ച് അവനോട് പറയാനൊക്കെ പോയത്? അതല്ലേ ഇപ്പൊ പ്രശ്നമായത്. ഈ 15 വയസ്സ് കഴിയുമ്പോൾ പിള്ളേരെല്ലാം +2 നിന്ന് പോകുന്ന ആ ഒരു സമയത്ത് നീ എന്തിനാടാ കാർത്തയുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയതെന്ന് അയാളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിൽക്കുക. അത് ശുദ്ധ വിവരക്കേടായി പോയെന്ന് പറഞ്ഞു. എടോ അത് ഞാനും സമ്മതിക്കുന്നു. എൻ്റെ മുന്നിൽ അയാളൊരു അധോലോക നായകനായിരുന്നില്ലേ എന്ന് ഇന്ദ്രൻ ചോദിക്കുക. സെന്റിമെന്റ്സിലൂടെ കയ്യിലിറങ്ങാൻ നോക്കിയതാ, അത് നടന്നില്ലല്ലേ? നടന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ. അല്ല വക്കീലെ, ഇനിയിപ്പോൾ വിധി എന്താവും വക്കീലെ? ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ദ്ര, അങ്ങോട്ടും ചായാം ഇങ്ങോട്ടും ചായാം, നമ്മുടെ കയ്യിലല്ല. ഇപ്പോഴും പ്രതീക്ഷിക്കുണ്ടെന്നാണോ വക്കീൽ പറയുന്നതെന്ന് ചോദിക്കുമ്പം, എന്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ? 1 മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്, 2 പിന്നെ ഞാൻ ഉന്നയിച്ച കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര കാലം ഒരുമിച്ച് താമസിച്ചാൽ അത് സഹവാസമായി കണക്കാക്കാം എന്ന് പറഞ്ഞത്, അതൊരു നല്ല ഡിഫൻസ് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ അതെ ഇന്ദ്രൻ. അതിന് ഉത്തരം തരാതെ അത്ര പെട്ടെന്നൊന്നും ഒരു കോടതിക്കും ഡിവോഴ്സ് അനുവദിച്ച് തരാനായിട്ട് പറ്റില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വക്കീൽ അങ്ങ് അങ്ങ് ഇന്ദ്രൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി പറയുമ്പം, അല്ല അങ്ങനെയാണെങ്കിൽ ആ ഗോപി വക്കീലിനെ കണ്ടപ്പോൾ തനിക്കെന്തിനാ നെഞ്ചുവേദന വന്നതെന്ന് ഇന്ദ്രൻ ചോദിച്ചു. അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്, അത് ഗ്യാസ് തന്നെയാണ്, ഗ്യാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാട്ടൂരാൻ നിൽക്കുന്നു. എന്നാ ഇപ്രാവശ്യം കേസ് ജയിച്ചാൽ തനിക്ക് ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് തനിക്കറിയോ? എൻ്റെ ചെലവിലെ ഈ മൊട്ടത്തല മുഴുവനും ഞാൻ മുടി വെച്ച് പിടിപ്പിക്കും എന്നും പറഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആണെന്ന് തോന്നിക്കുന്ന ഒരു വിഗ് അങ്ങ് വാങ്ങിച്ചു തരും ഞാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം, അയ്യോ അതൊന്നും വേണ്ട, നീ ആ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു.
ഇയാളെയും കൊണ്ട് ഞാൻ ഈ മുട്ടത്തല സ്വയം ആസ്വദിച്ച് നടക്കുന്ന ഒരാളാണ്. പിന്നെ ശരീരമല്ല, ബുദ്ധിയാണ് മനുഷ്യന് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഭംഗിയുള്ള ശരീരം ഉള്ള പലർക്കും ബുദ്ധി എന്ന് ഓർക്കണം, ബുദ്ധി ഇല്ല എന്ന് ഓർക്കണമെന്നും നമ്മുടെ സാറ് പറയുമ്പോൾ അത് താൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു ഇന്ദ്രൻ. തനിക്കും അത് ബാധകമാണ് തന്നെ. വക്കീലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. വിധി നമുക്ക് അനുകൂലമായി വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴിമാറ്റി പറയുന്ന ഒരാളെ കോടതി വിശ്വസിക്കില്ല, അയാളെ നല്ല സാക്ഷിയായിട്ട് കണക്കാക്കില്ല. ഇല്ലല്ലേ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പം വന്ന അമിക്സ് ക്യൂറിയുടെ കാര്യവും അങ്ങനെ തന്നെ. അയാൾ കണ്ടെത്തിയ സാക്ഷിമൊഴിയും അതുപോലെ കോടതി കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ റിപ്പോർട്ടും കണക്കിലെടുക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടൂരൻ ഇങ്ങനെ പ്രതീക്ഷകൾ ഇട്ട് കൊടുക്കും ഇന്ദ്രന്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രൻ വക്കീലിൻ്റെ അടുത്ത് നിന്ന് നേരെ വീട്ടിലേക്ക് പോരുന്നു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വന്ന് കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയെ കാണുന്നതെന്ന് രാജലക്ഷ്മി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉമ്മറത്തിറങ്ങി നിൽക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോൻ്റെ നേരെ ഇങ്ങനെ കോട്ടിയൊക്കെ കാണിച്ച്. അപ്പം എന്ത് പറ്റിയമ്മേ എന്നും ചോദിച്ചു നിന്നു. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞടാ. ആര്? അപ്പം സേതു ഇങ്ങ് ഇറങ്ങി വന്നു. ഞാനാ പറഞ്ഞത് എന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ സേതുവിനെ നോക്കുക കേട്ടോ. രാജലക്ഷ്മി നിൽക്കുക. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ താമസിക്കണമെന്നില്ല എന്ന് സേതു പറയുമ്പോൾ അത് പറയാൻ നീ ആരാടാന്ന് ചോദിച്ചു ഇന്ദ്രൻ. അപ്പം ഈ നിൽക്കുന്നില്ലേ, ഇവളെ കെട്ടാൻ പോകുന്ന ആളാണെന്ന് നമ്മുടെ സേതു പറഞ്ഞു. അത് പല്ലവിയെ. അത് ഡിവോഴ്സ് കിട്ടിയിട്ട് വേണ്ടേ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ കിട്ടില്ലെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ? ഇത്രയും കാലം നിന്നെ സഹിച്ചതേ കോടതിയിൽ ആ കേസുള്ളത് കൊണ്ടാണെന്ന് നമ്മുടെ ഇന്ദ്രനോട് സേതു പറയുക. അപ്പോൾ ശോഭാമയും പല്ലവി ഇതൊക്കെ കേട്ടോണ്ട് നിൽപ്പുണ്ട്. ഇപ്പോഴേ അതിൻ്റെ വാദമൊക്കെ കഴിഞ്ഞു. ഇനി നിന്നെ സഹിക്കേണ്ട ആവശ്യമൊന്നും ഈ വീട്ടിൽ ആർക്കും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രനോട് സേതു പറയുമ്പോൾ പല്ലവി ഒന്നും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. രാജലക്ഷ്മി എടാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. മര്യാദയ്ക്ക് പെട്ടിയെടുത്തോണ്ട് പോകുന്നതോ നല്ലതെന്നും അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയുമെന്നും സേതു ഈ ഇന്ദ്രനോട് പറയുമ്പോഴേ എല്ലാവരും കൂടി ഒത്തോണ്ടാ എന്നെ ഇറക്കി വിടുന്നതല്ലേ, എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യൂടാ നീ എന്ന് ശോഭാമ ചോദിച്ചു. ഇനി ഞങ്ങൾക്കെതിരെ ഒരു വിരലനയ്ക്കാൽ ആ കൈ ഞാൻ വെട്ടിയെടുക്കുമെന്ന് ശോഭാമ പറയുമ്പോൾ എൻ്റെ മോൻ്റെ കൈ വെട്ടാ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ രാജലക്ഷ്മി. അതെന്താ ഞങ്ങൾ വെട്ടിയ കൈ മുറിയില്ലെന്ന് ചോദിച്ചു ശോഭാമ. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടിയെന്ന് രാജലക്ഷ്മി. വെട്ടും വേണ്ടി വന്നാൽ അതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യുന്ന നമ്മുടെ ശോഭാമ. എന്തൊരു ടോക്കാമേ ഇതെന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ നിർത്തടാ അവൻ്റെ ഒരു തോക്ക് കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ശോഭാമ നിൽക്കണം. എന്ത് പറഞ്ഞാലും നാഴിക്ക് 40 വട്ടം നിൻ്റെ ഒരു ടോക്ക്, ഇനി ആ ഒരു വാക്ക് പറഞ്ഞ് നിൻ്റെ ചെവിക്കല് ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശോഭാമ ഇങ്ങനെ പറഞ്ഞു. അത്രയ്ക്കായി നിന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് രോഗിയായി ഒരുത്തന്നെ തലയിൽ കയറ്റി വെച്ചിട്ട് പിന്നെ നിന്ന് ന്യായം പറയുന്നു ശോഭാമ ചോദിച്ചപ്പം എൻ്റെ മോനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രാജലക്ഷ്മി ചെന്നു. പിന്നെ ആർക്കാ കുഴപ്പം? എൻ്റെ മോൾക്കാണോ കുഴപ്പം? അതുകൂടി നിൻ്റെ മോൾക്ക് തന്നെയാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി. അമ്മ കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സമാധാനപരമായി നിൽക്കുന്നു. താലി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് എങ്ങോട്ടാണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. കണ്ടവൻ്റെ വീട്ടിൽ കയറി പോറുതി ആയിരുന്നില്ലേ നിൻ്റെ മോളെന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു. നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞു നീ എന്ത് ചെയ്യൂടിന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും കൂട്ടത്ത് ശോഭാമ രാജലക്ഷ്മിയുടെ ചെവിക്കല്ല് തീർത്തൊരു ഒട്ടും പ്രതീക്ഷയില്ല, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടിയായിരുന്നു അത്. എടീന്നും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി രാജലക്ഷ്മി അങ്ങോട്ട് ശോഭാമയുടെ നേരെ ചെല്ലുമ്പോൾ പല്ലവി നേരെ കൈക്ക് കയറി പിടിച്ചപ്പം ഇന്ദ്രൻ അടിക്കാൻ കൈയൊങ്ങി. ഇന്ദ്രൻ്റെ കൈ കയറി നമ്മുടെ സേതു പിടിച്ചു. അപ്പം അടിച്ചു കൊല്ലടാ ഇവനെ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്കും മകൻ സേതുവിനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. കൊല്ലടാ അവനെ എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞ് തിരിഞ്ഞു പോയി. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പിടിയും വലിയൊക്കെ ആയി. ഇന്ദ്രനോട്ട് കുറേ കിട്ടി സേതുവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴാണ് വിഷുവിനും പാറും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ വിഷു ഓടിച്ചെന്ന് പിടിച്ചു മാറ്റുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിട്ട് നമ്മുടെ വിശ്വൻ ചെന്ന് പിടിച്ചു മാറ്റി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഈ സമയത്ത് വഴക്കുണ്ടാക്കുകയല്ല വേണ്ടതെന്ന് ഈ നമ്മുടെ വിശ്വൻ പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നീ എന്നും പറഞ്ഞു ഇന്ദ്രൻ. നീ ഒറ്റയൊരുത്തന്നെ എന്നെ ഈ അവസ്ഥയിലാക്കിയതെന്നും പറഞ്ഞ് ഭയങ്കര ഒച്ച. എടി എന്ന് പറഞ്ഞ് പലവരുടെ അടുത്തേക്ക് ചെല്ലുക. ചെവി നുള്ളിക്കോടി നീ, കോടതിയിൽ ഞാൻ തന്നെയാണ് കേസ് ജയിക്കാൻ പോകുന്നതെന്നും ഡിവോഴ്സ് പെറ്റീഷൻ തള്ളിപ്പോകും. പോയാ അന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വീണ്ടും പരിപാടി ഇവിടെ കയറി തന്നെ താമസിക്കോടിയെന്ന് ഇന്ദ്രൻ വെല്ലുവിളിക്കുക. തടയാൻ ചങ്കൂറ്റുള്ളവൻ തടഞ്ഞു നോക്കാം, അപ്പം കാണാവുന്ന ഇന്ദ്രൻ സേതുവിനെയും വെല്ലുവിളിച്ചു. വാ അമ്മയെന്നും പറഞ്ഞു അമ്മയും കൂട്ടിക്കൊണ്ട് ഇറങ്ങി പോവാ. നീ അങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി പോവാടി, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് രാജലക്ഷ്മി എന്നല്ല, പോട്ടടി എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി.
അങ്ങനെ അവരും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ പാറു ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പല്ലവി റൂമിൽ പോയി വാവിട്ട് കരയുക, ചങ്ക് തകർന്ന വേദനയോടെ. അപ്പോഴാണ് സേതു പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇതെന്താ സേതു ഏട്ടാ ഇതൊന്നും ചോദിച്ചു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ സേതു ഏട്ടാന്ന് പല്ലവി പറയുമ്പോൾ, താനെന്താ ഇങ്ങനെ പറയുന്നത്, ആ ഇന്ദ്രൻ ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിച്ചു. അതൊരു അവസാനം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ നമ്മുടെ കേസും അവസാനിക്കും, താൻ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് അനുകൂലമായിട്ട് തന്നെ കേസ് വരുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹമെങ്കിലും എനിക്കെന്തോ അങ്ങനെ പറ്റുന്നില്ല സേതു ഏട്ടാന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അറിയില്ല സേതു ഏട്ടാ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സംശയങ്ങൾ ഒരുപാട് എൻ്റെ മുന്നിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വിധി വന്നിട്ട് ഞാൻ സന്തോഷിക്കുമെന്നും പല്ലവി പറയുവാട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് സേതുവും ആകെ നെർവസായിട്ട് ഇങ്ങനെ നിൽക്കുക. വിധി എനിക്കെതിരാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പല്ലവി ഇങ്ങനെ തൻ്റെ വിഷമങ്ങൾ പറയുന്നു. അപ്പീലിന് പോവാം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി ചോദിക്കുക. അങ്ങനെ പല്ലവി ഓരോന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് എനിക്ക് ഈ ഒരു കേസ് ഞാൻ തോറ്റാൽ. എനിക്ക് വേണ്ടി ഈ ജീവിതത്തിൽ സേതുവേട്ടൻ എന്തൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചു, എന്തൊക്കെ സഹായങ്ങളാണ് സേതുവേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. പക്ഷേ തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ പല്ലവിയെ സഹായിച്ചത്, അത്രയും എനിക്ക് പല്ലവിയെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് സേതു അന്നേരം പല്ലവിയോട് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ഒരു ആപത്തിൽ പെടുമ്പോൾ നമ്മൾ സഹായിക്കില്ലേ, അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. താൻ അതിന് വേറൊരിതും കാണണ്ട, ആ ഒരൊറ്റ മാനസികാവസ്ഥ എനിക്കുള്ളൂ. ഇന്ദ്രൻ്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അയാൾ പറഞ്ഞതുപോലെ കേസെങ്ങാനും അയാൾ ജയിച്ച് പിന്നെ വീണ്ടും അയാൾ വീട്ടിൽ താമസിക്കാൻ വരുമോ സേതുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലടോ, അതോർത്ത് പല്ലവി പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല എന്ന് സേതു പല്ലവിയോട് പറഞ്ഞു. ഒന്നാമത് കേസ് നമ്മൾ തോക്കാൻ പോകുന്നില്ല എന്നുള്ളത്, തോറ്റാലും ആ ഒരു ഇന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ഉപദ്രവവും ഉണ്ടാകില്ല എന്നും സേതു പല്ലവിയോട് പറയാം. അത് ഉറപ്പുവരുത്താൻ എനിക്കറിയാം, അത് ഞാൻ ചെയ്യുമെന്നും സേതു ഇങ്ങനെ പറഞ്ഞു. ഞാനത് ചെയ്തിരിക്കും. അപ്പോൾ സേതുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ എൻ്റെ സമനില തെറ്റിപ്പോയേനെ എന്ന് പല്ലവി പറയാം. എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ ജീവിതത്തിൽ എനിക്ക് സേതുവേട്ടനെ പിരിയാൻ വയ്യ, എനിക്ക് എൻ്റെ സേതുവേട്ടനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഭയങ്കര കരച്ചില്ല. താനിങ്ങനെ ടെൻഷൻ ആവതേടോ, അങ്ങനെ വിട്ടുകളയാനാണോടോ, നമ്മൾ തമ്മിൽ കണ്ടതും അടുത്തതും ഒക്കെ ആണോ എന്ന് ചോദിച്ചു. നമ്മളൊന്നും ആകും എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയെ ചേർത്ത് പിടിക്കുക. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് പൂർണ്ണിമ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് അച്ചു വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ നാളെ കോടതി വിധിയാണെന്നും അതെന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പൂർണ്ണിമ പറയുന്നു. എങ്ങാനും എതിരായ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ആകെ ആവില്ലായിരിക്കും അല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ സമാധാനമായിട്ടിരിക്കുക, കോടതി വിധിയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അച്ചു സമാധാനിപ്പിക്കാം അമ്മേ. അപ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതുവരെ കിടക്കാറായില്ലേ എന്ന് സേതു ചോദിച്ചു. മരുന്ന് കഴിച്ച ഉടനെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, ഉറക്കം ഉളയ്ക്കാൻ പാടില്ല എന്നറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. നാളത്തെ കോടതി വിധിയാണ് അമ്മയുടെ ഉറക്കം കളയുന്നതെന്ന് അച്ചു അന്നേരം പറഞ്ഞു. ജയിക്കുമോ അതോ തോൽക്കുമോ അത് അമ്മയ്ക്ക് അറിയേണ്ടത്. നമ്മൾ ജയിക്കും അമ്മേ, പല്ലവിയുടെ കൈയും പിടിച്ച് ഈ വീടിൻ്റെ പടി ഞാൻ കയറി വരും അമ്മേ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ അമ്മേ, എനിക്ക് ഉറപ്പാ. ന്യായം പല്ലവിയുടെ ഭാഗത്തല്ലേ, അത് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല ഒരു കോടതിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പല്ലവി ചേച്ചിയുടെ ഭാഗത്തെ കോടതി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അച്ചുവും പറഞ്ഞു. അങ്ങനെ ഇവരതെല്ലാം പ്രതീക്ഷയോടെ സംസാരിക്കാം. എന്തായാലും നീ മാത്രമല്ല ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞ് ചെയ്തു. അതൊക്കെ നടക്കണമെങ്കിൽ നാളെ കോടതി ഡിവോഴ്സ് അനുവദിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നടക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുക. എന്തായാലും നാളെ അമ്മയ്ക്ക് നല്ലൊരു വാർത്ത കേൾക്കാമെന്ന് സേതു പറയുമ്പോൾ ഞാനും അത് തന്നെ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞ് പൂർണ്ണിമ കിടക്കാനായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം നീ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അച്ചുവിനോട് സേതു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു നമ്മുടെ അച്ചു അങ്ങ് പോകും. അവർ പോയി കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ ഉള്ളിൽ ഒരു പിടപ്പും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്. സേതു ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.